ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാറിൻ്റെയോ ബൈക്കിൻ്റെയോ ഏതൊരു വാഹനത്തിൻ്റെയും ക്യാമറ ഫൈനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫൈനുകളോ വന്നിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് ഓൺലൈനിലൂടെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ കാർഷിക കേന്ദ്രത്തിലോ ഓൺലൈൻ സേവന കേന്ദ്രത്തിലോ ഒന്നും പോകാതെ നിങ്ങളുടെ കമ്പ്യൂട്ടറോ മൊബൈലോ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഫൈൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും അത് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ RC ബുക്കിൽ മൊബൈൽ നമ്പർ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യാം, അതുപോലെ RC ബുക്കിൽ എങ്ങനെയാണ് ആധാർ കാർഡ് ലിങ്ക് ചെയ്യുക, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഈ ചലാൻ പേയ്മെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ ചലാൻ .പരിവാഹൻ.gov.in എന്നൊരു വെബ്സൈറ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് നിങ്ങളുടെ ചലാൻ നമ്പർ അല്ലെങ്കിൽ വെഹിക്കിൾ നമ്പർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, അതിനുശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ചലാൻ എന്തെങ്കിലും അടയ്ക്കാനുണ്ടെങ്കിൽ, അതായത് ഫൈന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഞാനിവിടെ വെഹിക്കിൾ നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്ത് വെഹിക്കിൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതുപോലെ താഴെയുള്ള ക്യാപ്ച കോഡ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്താണ് ഈ ചലാൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡ് തെറ്റാണ്, അത് കറക്റ്റായിട്ട് കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. വീണ്ടും ഒന്നുകൂടി ക്യാപ്ച കോഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വാഹനത്തിന് ഒരു ഫൈനും ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാനിവിടെ വേറൊരു നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്യാം. ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വാഹനത്തിന് ഫൈനുണ്ട്. 3 ഫൈനാണ് ഉള്ളത്. ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് ഫൈനുണ്ട്. ഇതിൽ ഓരോ ഡേറ്റും അതുപോലെ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈന് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ ഫൈന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കാണാൻ സാധിക്കും. ഇതിൽ 2 പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, 2 ഫൈന് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫൈന് പെൻഡിങ് ആണ് കാണിക്കുന്നത്. അതിൽ എത്ര എമൗണ്ടാണ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് എന്താവശ്യത്തിനാണ് ഫൈന് വന്നിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ ഈ യെല്ലോ കളറിൽ കാണുന്ന ആ ഒരു ഫയലിന് മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫയൽ PDF ആയിട്ട് ഓപ്പണായി വരുന്നത് കാണാം. അതിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഫൈന് വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് തിരിച്ച് ബാക്കിലേക്ക് വരാം. അതിനുശേഷം നിങ്ങൾ അടച്ച ഫൈനിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ ഗ്രീൻ ഐക്കണിൽ കാണുന്ന ആ ഒരു ഫയലിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അടച്ച ഫൈനിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ PDF ഫയലായിട്ട് ഓപ്പണായി വരുന്നത് കാണാം. ഇത് നമ്മൾ ഫൈന് അടച്ചതിന് ശേഷമുള്ള ആ ഒരു പ്രിൻ്റ് ഔട്ടാണ് ഈ കാണുന്നത്. ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഫൈന് അടച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന റെസിപ്റ്റ്. ഈ വാഹനത്തിൽ ഒരു ഫൈനാണ് ഇനി അടയ്ക്കാൻ ബാക്കിയുള്ളത്. അത് അടയ്ക്കണമെങ്കിൽ പേ നൗ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പണായി വരും. ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെൻഡ് OTP കൊടുക്കുമ്പോൾ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകുന്നതാണ്. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും ഫൈന് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും നിങ്ങളുടെ ഫൈന് ഓൺലൈനിലൂടെ അടയ്ക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ RC ബുക്കിൽ എങ്ങനെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാം, അതുപോലെ മൊബൈൽ നമ്പർ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.